ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടി ശോഭന മത്സരിക്കില്ല. ബി ജെ പി സ്ഥാനാർത്ഥിയാകാനുള്ള അഭ്യർത്ഥന ശോഭന നിരസിച്ചു. ബി ജെ പിക്കായി ശോഭന തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങും. വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ഔദ്യോഗികമായി ശോഭനയുമായി സംസാരിച്ചപ്പോൾ ശോഭന നിരാകരിച്ചുവെങ്കിലും പ്രചരണത്തിനെത്തുമെങ്കിലും ബി ജെ പിക്ക് അത് വലിയ നേട്ടമാണ്. വി എസ് രഞ്ജിത്ത്. ബി.ജെ.പി സംഘടിപ്പിച്ച നാരീശക്തി പരിപാടിയിൽ ശോഭന പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് ശോഭനയെ മത്സരിപ്പിക്കാമെന്ന രീതിയിലൊരു ചർച്ച ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ സംസ്ഥാന കോർ കമ്മിറ്റിയിലും വരുന്നത്. ഇത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ഏറ്റെടുക്കുകയും കേരളത്തിലെ ഒരു പ്രമുഖ നിർമ്മാതാവ് വഴി ശോഭനയെ ബന്ധപ്പെടുകയായിരുന്നു. അതിനുശേഷം ശോഭന ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനം അറിയിച്ചിരുന്നില്ല. പിന്നീട് ശോഭന പ്രചരണത്തിൽ ഇറങ്ങാം എന്ന് പറഞ്ഞു. പിന്നീട് ശോഭനയെ വീണ്ടും നിർബന്ധിക്കുന്ന ഒരു രീതി ഉണ്ടായി. കാരണം ശോഭനയ്ക്ക് നരേന്ദ്രമോദിയോടുള്ള അടുപ്പവും നരേന്ദ്രമോദിയോടുള്ള താല്പര്യവുമൊക്കെ ശോഭന നേരത്തെ തന്നെ പ്രകടമാക്കിയിരുന്നു. അപ്പോൾ ഒരു സാധ്യത കൂടി ബി.ജെ.പി ശ്രമിച്ചിരുന്നു. പക്ഷേ നിലവിൽ ശോഭന പൂർണ്ണമായും അറിയിച്ചിട്ടുള്ളത് മത്സരിക്കാനില്ല എന്ന് തന്നെയാണ്. മത്സര രംഗത്തേക്കില്ല. പക്ഷേ ബി.ജെ.പിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കായും മറ്റു ചില മണ്ഡലങ്ങളിലും കൂടി പ്രചാരണത്തിനെത്താം എന്നൊരു ഉറപ്പ് പാർട്ടിക്ക് ശോഭന നൽകിയിട്ടുണ്ട്. അതുകൊണ്ടും സ്ഥാനാർത്ഥി പട്ടികയിൽ ശോഭന ഉണ്ടെങ്കിലും മത്സരിക്കില്ല എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇനി കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ബന്ധപ്പെടുകയോ മറ്റോ ചെയ്താൽ എന്തെങ്കിലും തരത്തിൽ അട്ടിമറിയോ അതിശയമോ സംഭവിക്കണം ശോഭന മത്സര രംഗത്തേക്ക് വരണമെങ്കിൽ. രഞ്ജിത്ത്, ശോഭന മത്സരിക്കാനില്ല, പ്രചരണ രംഗത്ത് ഇറങ്ങാം എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടായിരിക്കും ശോഭന ഇനി പ്രവർത്തിക്കുക എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും നാരീശക്തി പരിപാടിയിൽ ശോഭന പങ്കെടുക്കുന്നു, നരേന്ദ്രമോദിയെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നു. അത് തന്നെ നേരത്തെ പല നേതാക്കന്മാരെയും പല വനിതാ താരങ്ങളെയും ബന്ധപ്പെട്ട ശേഷമാണ് ശോഭനയിലേക്ക് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം എത്തുന്നത്. സംസ്ഥാന നേതൃത്വം ശോഭനയെ ബന്ധപ്പെട്ട സമയത്ത് പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഈ നാരീശക്തി പരിപാടിയിൽ പങ്കെടുത്തത്. മാത്രമല്ല ഈ സംഘാടകരോട് നരേന്ദ്രമോദിയോടുള്ള തന്റെ വിധേയത്വം അവര് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോലും ശോഭനയെ പരിഗണിക്കാം എന്ന രീതിയിലേക്ക് സംസ്ഥാന നേതൃത്വത്തെ ചിന്തിപ്പിക്കാൻ കാരണമായതും ആ ഒരു ശോഭനയുടെ മാനസികമായിട്ടുള്ള അടുപ്പവും അല്ലെങ്കിൽ ശോഭനയുടെ താല്പര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ അവർ ഇടം പിടിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇനി പ്രചാരണത്തിന് ശോഭന വരുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. ശോഭനയ്ക്ക് ബി.ജെ.പിയോടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തോടും വിധേയത്വമുണ്ട് എന്ന് അവർ പ്രകടമാക്കിയിട്ടുള്ളതാണ്.